തേങ്ങ എടുക്കുന്നേ വേഗം ഓടിക്കോ. ഉണ്ടാക്കി തരുമെന്നറിയാ മസാലപ്പുട്ട്. ആ ഇതാവുമ്പോ പുട്ടിന് കറി വേണ്ട, ഇതിന്റെ അകത്ത് ഇതിന് വേണ്ട മസാലയെല്ലാം നമുക്ക് ചേർക്കാം കേട്ടാ. മോന് മസാല ഇഷ്ടല്ലേ? അപ്പൊ മസാല പുട്ടാക്കാം അല്ലേ? അത് പഞ്ചസാരയല്ല, അത് ഉപ്പാന്ന്. അയ്യോ എടാ ഉപ്പാന്നടാ അത്. ഇതിന്റെ അകത്തുണ്ടല്ല കുറച്ച് പറങ്കിപ്പൊടി ഇടും, കുറച്ച് മഞ്ഞപ്പൊടി ഇടും, പിന്നെ വേണമെങ്കിൽ കുറച്ച് ചിക്കൻ പൊടിയും ഇടാം. ഇനി അമ്മ ഇതിൻ്റെ അകത്ത് എന്നാ ഇടുവാ, കുറച്ച് ചിക്കൻ പൊടി ഇടും. ആയി നമ്മളെ മസാലയായി. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടാൽ റെഡി. എന്നിട്ട് ഇത് കുഴച്ചെടുക്കണം കേട്ടാ. ആ പൊടിയൊന്നും ഇടണ്ട. ഇനി ഇതിങ്ങനെ കുഴച്ചെടുക്കും. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെള്ളം ഒഴിക്കാം. എന്നപ്പാടെ അരിയെടുത്തു, പൊടി പൊടിച്ചു. അരിയെടുത്തു പറ. അരിയെടുത്തു, പൊടി പൊടിച്ചു, പീര ചേർത്തു, നനച്ചു. പീര പീര എന്ന് പറഞ്ഞാൽ തേങ്ങാപ്പീര. മുളയിലിട്ടു പുട്ടു ചുട്ടു. മുളകിട്ടിട്ടല്ല, പുട്ടും കുറ്റി. മുളയിലിട്ട് പുട്ടു ചുട്ടു. കോലെടുത്ത് കുത്തിയിട്ടു. കോലെടുത്ത് കുത്തിയിട്ടു. പാട്. പഴമെടുത്ത് തൊലി തൊലിച്ചു. ആ പീര ചേർത്ത് നനച്ചു. ആ മുളയിലിട്ട് പുട്ടു ചുട്ടു. കോലെടുത്ത് കുത്തിയിട്ടു. പഴമെടുത്ത് തൊലി തൊലിച്ചു. കുഴകുഴച്ച് പരുവമാക്കി. ഗുളിക പോലെ ഉരുളയാക്കി. ഉരുളയാക്കി അത് കഴിച്ച് വയർ നിറച്ചു. അങ്ങനെയാന്ന് പുട്ടുണ്ടാക്കുക. അത് കണ്ട പുട്ട് വരുന്നുണ്ടേ. ഞാൻ കോലെടുത്ത് കുത്തിയിട്ടു. പുട്ടിനെ കണ്ടാ, കോലെടുത്തിട്ട് പുട്ടിനെ കുത്തിച്ചൂട്. ചില്ലി പുട്ടിന്റെ ചില്ലി.